ഹലോ. അപ്പം അങ്ങനെ ഒരുപാട് അവധികളൊക്കെ കഴിഞ്ഞിട്ട് ക്ലാസ്സിലോട്ട് പോവാണ്. ഇന്ന് ഞാൻ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോകണതുകൊണ്ട് തന്നെ എക്സൈറ്റഡ് ആണ്. കാരണം പുതിയ മിസ്സുമാരൊക്കെ വന്നു. അപ്പോൾ അവരെയൊക്കെ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ഹൈവേ എത്തി. അപ്പോൾ അങ്ങനെ പോകണ വഴിക്കാണ്ട് ഞാൻ കൺസെഷൻ കാർഡൊക്കെ എടുത്തൊന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ബസ്സുകാരുടെ വാതിക്കൽ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് അവിടെ ചെന്ന് കൺഫേം ആക്കി. പിന്നെ എന്തോ ഭാഗ്യത്തിന് ഞാനിപ്പോൾ ഇറങ്ങിയ ടൈമിൽ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ട്. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി. അപ്പം തന്നെ എനിക്ക് ബസ് കിട്ടി. പറവൂർ ബസ്സാണ്. എന്നിട്ട് ഞാൻ KMK ഇറങ്ങി. എനിക്ക് കോളേജിൽ പോകാനായിട്ട് 3 ബസ് കയറണം. അപ്പോൾ ഇവിടുന്ന് KMKന് ഇനി പുത്തമ്പേലിക്കര ബസ് വരും. അത് KSRTC ആണ് കേട്ടോ. അതിനകത്ത് കയറിയിട്ട് വീണ്ടും ഞാൻ സ്റ്റാൻഡിൽ പോയിട്ട് ഇറങ്ങും. അങ്ങനെ ബസ് കിട്ടിയിട്ട് നേരെ നമ്മുടെ പറവൂർ സ്റ്റാൻഡിലോട്ടാണ് പോണത്. പിന്നെ സ്റ്റാൻഡ് എത്തിയപ്പോൾ തന്നെ ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. ശരിക്കും ഇന്ന് പോകാനായിട്ട് മടിയുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ദിവസം ഒരാഴ്ച ഫുള്ള് ലീവ് കിട്ടിയതുകൊണ്ട് വല്ലപ്പോഴൊക്കെ പഠിക്കേണ്ടതുകൊണ്ട് ഇന്ന് ഇറങ്ങിയതാണ്. പിന്നെ അങ്ങനെ ആ ബസ്സിൽ കയറിയിട്ട് ഞാൻ പുത്തമ്പേലിക്കര ജംഗ്ഷനിൽ ഇറങ്ങി. ഇവിടെ എത്തിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു, കൊട എടുക്കേണ്ടി വന്നു. ഇനി ഇവിടെ നിന്ന് ഒരു ബസ്സും കൂടി കയറണം. അങ്ങനെ ആ ബസ് കിട്ടി. ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. അപ്പോൾ തന്നെ ആദിത്യ ഉണ്ടായിരുന്നു. ആദിത്യ ഞാനും കൂടിയാണ് പോയത്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ക്ലാസ്സിലോട്ട് പോയി. അപ്പോൾ ഇത് ലഞ്ച് ബ്രേക്കാണ്. അപ്പം നോർമലി ലഞ്ച് ബ്രേക്കിന് ഞാൻ അങ്ങനെ പുറത്തിറങ്ങാറില്ല, ബാക്കി എല്ലാവരും പോകും. പക്ഷേ ഇന്ന് എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് പുറത്തിറങ്ങണം എന്ന് തോന്നി. അപ്പം അങ്ങനെ ഇറങ്ങിയതാണ്. ഞാനുണ്ടായിരുന്നു, പിന്നെ ആദിത്യ, ആഷിൻ, അഗസ്റ്റിൻ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. കോളേജിൽ ഞങ്ങളുടെ ഫേവറേറ്റ് ഒരു ഗാർഡനാണ്. ഇവിടെ മഴയുള്ള ടൈമിൽ പുല്ലൊക്കെ വന്നിട്ട് ഭയങ്കര ഫുൾ പച്ചപ്പായിരിക്കും. ആ ടൈമിൽ ഇവിടെ വന്ന് നിൽക്കാനും പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ അടിപൊളിയാണ്. പിന്നെ എനിക്ക് നേച്ചർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനിങ്ങനെ ഗാർഡനിൽ വന്നിട്ട് ഇങ്ങനെ എല്ലാ മരങ്ങളൊക്കെ നോക്കിയിട്ട് കാടുകളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കും. പിന്നെ ഇവിടെ മഴയില്ലെങ്കിലും നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദിത്യ പറഞ്ഞു അവൾക്ക് അവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ക്യാൻറ്റീനിലോട്ട് പോയി. പിന്നെ ബെല്ലടിച്ച് ക്ലാസ് തുടങ്ങി. പിന്നെ 3:15 ക്ലാസ് കഴിഞ്ഞപ്പം ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഒരു ടെസ്റ്റും കൂടി ഉണ്ട്. അപ്പം നിങ്ങൾ ഫുള്ള് കാണണേ. അപ്പം ഇങ്ങനെ മഴയത്തിൽ കൂടി ഇങ്ങനെ നടന്നു അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടന്നു. പിന്നെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് എനിക്കൊരു നല്ല പണി കിട്ടിയത്. അങ്ങനെ അവിടെ സ്ലിപ്പായി വീണു. കൈ ഒടിഞ്ഞ് ഞാൻ വിചാരിച്ചത്, പക്ഷെ കൈയൊന്നും ഒടിഞ്ഞില്ല, ബോൺ ഫ്രാക്ചർ ഉണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവർ ഞാൻ പോണവരെയും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഇവിടുത്തെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു നേരമായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഇന്ന് അടിപൊളി ഡേ ആയിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.